Hi guys. Hi guys. Welcome back to Rincy's YouTube channel. അപ്പോൾ ഇത് കുറേ കാലം കൊണ്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം ഒത്തു തന്നത്. സോ നമുക്ക് കാണാം. നമ്മൾ നിന്നിരുന്ന റൂംസിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ നിന്നെല്ലാം മിസ്സായിപ്പോയി. ആ റൂമിൻ്റെ ഒരു ചെറിയ വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ. പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം ചായ കുടിക്കാൻ പോയി. ചായക്ക് കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ, ചായയും കോഫിയും ഉണ്ടായിരുന്നു. കട്ട്ലേറ്റ് അടിപൊളിയായിരുന്നു. എൻ്റെ ഇപ്പോഴും ആ കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് എനിക്കിപ്പോഴും കിട്ടുന്നുണ്ട്. അത്രയും നല്ല കട്ട്ലേറ്റ് ആയിരുന്നു. പക്ഷേ നല്ല എക്സ്പെൻസീവാണ്, അറിയാലോ, റിസോർട്ട് ആയതുകൊണ്ട് നല്ല എക്സ്പെൻസീവാണ്. ലാസ്റ്റാണ് ഞാൻ ചായ എടുക്കുന്നത്. ഞാൻ ചായയൊക്കെ എടുത്ത് കുടിക്കാൻ വേണ്ടി പോവുകയാണിത്. അപ്പം കോഫി കുടിച്ചിട്ട് കാണാം. ബൈ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴേക്ക് നല്ല മഴക്കോളുണ്ടായിരുന്നു. അറിയാമല്ലോ, ജൂൺ ജൂലൈ മാസമായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ്. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല കാറ്റും ആ ലൈറ്റും കാര്യങ്ങളെല്ലാം കൂടെ വന്നപ്പോഴേക്ക് റിസോർട്ടെല്ലാം സെറ്റായി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് സമയം അവിടെ വെറുതെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ പാട്ട് വീടും ഡംഷരാഡ്സും ഒക്കെ കളിച്ച് ഇനി രാത്രി ഞങ്ങൾ എല്ലാവരും കൂടെ പൂളിലൊക്കെ ഇറങ്ങി ബോൾ പാസിംഗ് ഒക്കെ കളിച്ച് ഇതൊക്കെ കഴിഞ്ഞ് നൈറ്റ് ആയിരുന്നപ്പോൾ നമുക്ക് ഫുഡ് പൊറോട്ടയാണെന്ന് തോന്നുന്നു ഞാൻ കഴിച്ചത്. വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇനി എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് രാവിലെ ആയപ്പോൾ പിന്നെ മാളൂട്ടിയാണ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. എല്ലാവരും ഞാൻ കാണിച്ചു തരാം. റിൻസി ആ വീഡിയോ പിന്നെ കണ്ടിന്യൂ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം ആ ഒരു വീഡിയോ എൻ്റെ കയ്യിലില്ല. ബാക്കി ചിലപ്പോൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അവിടെ നിന്ന് എഴുന്നേറ്റ് ഞങ്ങളെല്ലാവരും റിസോർട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് വെറുതെ കുറേ നടക്കാൻ ഇറങ്ങി. ഞാനിപ്പം കാണിച്ചു തരാം ഈ റിസോർട്ടിൻ്റെ വ്യൂ. അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റും കൊണ്ട് വെറുതെ ഇങ്ങനെ കുറേ സമയം നടന്നു. ഇവിടുന്ന് ആക്ച്വലി ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് അതും മിസ്സായി പോയി എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇവിടെ കണ്ടോ, ഫ്രണ്ടിൽ കുറച്ച് ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് നമുക്ക് നല്ലതുപോലെ കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ മഴ ആയതുകൊണ്ട് ഫുള്ള് വെള്ളമായിരുന്നു. അപ്പം അവിടെ ഒന്നും ഇരുന്നില്ല. നേരെ കയറി ചെന്നിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം കാണാം ഈ റിസോർട്ടിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ. അതായത് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ളൊരു വ്യൂ കാണാം. അതേ കണ്ടോ, ഉണ്ടായിരുന്നോ? അടിപൊളിയല്ലേ? ആക്ച്വലി ചെറിയ റിസോർട്ടാണ് എസ് റിവേഴ്സ്, പക്ഷെങ്കിലും നല്ല വ്യൂവും നല്ല കാറ്റും എല്ലാം ആയപ്പോഴേക്ക് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞൊരു 10 o'clock ആയപ്പം ഞങ്ങളെല്ലാവരും ഡേറ്റ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ വേറെ ബ്രാഞ്ചിൽ നിന്നുള്ള പിള്ളേരുണ്ടായിരുന്നു. അതേ ഈ ഒരു വീഡിയോ കാണാം. കുറേ ആൾക്കാരെ കണ്ടോ. കുറച്ച് സമയം ബ്രേക്ക് കിട്ടിയപ്പോൾ നമ്മൾ വീണ്ടും പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഒരു ബ്രേക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. ആ സമയത്ത് ലഞ്ചൊക്കെ കഴിച്ച് ഒരു 4:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ദൂരം പോകാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. കുറച്ച് നല്ല മെമ്മറീസ് തന്ന് ആ ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് കടന്നുപോയി. 널 보고 있음 음악이 baby 너를 위한 melody yeah 네가 뮤지니까 잘 들어봐 play it 사실 말이지